നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് എനിക്കൊരു റിക്വസ്റ്റ് വന്നതിനനുസരിച്ചാണ്. നിങ്ങൾക്കിപ്പോൾ ഡിവോഴ്സിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്, ഇവിടെ ഭയങ്കര ഡിലേ ആണ്, ഡിവോഴ്സ് തരുന്നില്ല, ഡിവോഴ്സ് തരേണ്ട ആൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ? അപ്പോൾ നമുക്കൊരു ടൈം ഫ്രെയിം വെക്കാം. ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ? ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ ഏത് മാസമാണ്? സെപ്റ്റംബർ അല്ലേ? സെപ്റ്റംബർ പകുതിയായി. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, ഫെബ്, മാർച്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 2025 മാർച്ച് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ? അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ, ആരാണോ ഡിവോഴ്സ് തരേണ്ടത് ആ പേഴ്സൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കും. പിന്നെ ആ പേഴ്സൺ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, ഇനി ആ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജപമാലകളാണ് എടുത്തു വച്ചേക്കുന്നത്. 1, 2, 3 ഇഷ്ടമുള്ള ജപമാല സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം ഓറക്കിൾ മെസ്സേജാണ് എടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. 2, ഓക്കെ. ജപമാലകൾക്ക് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജപമാലകൾ നമുക്ക് മെഡിറ്റേറ്റ് ചെയ്ത് വെക്കാം, മനസ്സിലാണോ? അതിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എനർജി വരുന്ന ഒരു വിശ്വാസം. അപ്പോൾ മറ്റിതിൽ അതിനകത്ത് അതില്ല, മനസ്സിലായി? മറ്റേ ഞാനിപ്പോൾ കാർഡ് എടുക്കുകയാണ്, വേറൊരു കാർഡ് എടുത്ത് വെക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെക്കുകയാണ്, അതിനകത്ത് ആ ഒരു ഇതില്ല, പവറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്ത് എന്നോട് പലരും ഇത് മാറ്റാൻ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ മാറ്റുന്നില്ല. കാരണം എനിക്ക് കൂടുതൽ എനർജി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നിങ്ങൾ അത് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് പോട്ടെ, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആദ്യം നിങ്ങൾക്കുള്ള ആദ്യത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള ഓവറോൾ എനർജി ഓറക്കിൾ മെസ്സേജാണ് നോക്കുന്നത്. ഭഗവാനെ, നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? കാർഡ്സ് വരുന്നില്ല, കണ്ടോ? ചിലപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവില്ല എന്ത് കാർഡാണ് വരേണ്ടത്. കാർഡ്സ് വീഴുന്നില്ല. ഓക്കെ. ഞാൻ അങ്ങനെ മറിഞ്ഞ് വീഴുന്നു, ഇതുപോലത്തെ ഇങ്ങനെ വീണാലേ ഞാൻ എടുക്കുകയുള്ളൂ, അല്ലാതെ മറിഞ്ഞ് കമന്ന് വീണാൽ ഞാൻ എടുക്കില്ല. കാരണം അതൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ 4 കാർഡ്സാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ഭോലേനാഥ്, പൊളൈറ്റായിട്ട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. വാക്കുകൾക്ക് എനർജിയാണ്, വാക്കുകൾ ശക്തിയുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, പൊളൈറ്റായിട്ട് പറയുക. പിന്നെ മിസ്റ്റേക്സ് ഉണ്ടാവും എല്ലാവരുടെ അടുത്തും. അപ്പോൾ മിസ്റ്റേക്സ് ഉള്ളത് കറക്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ കുറ്റബോധവും വെച്ചുകൊണ്ടിരുന്നിട്ട് അയ്യോ ഞാൻ ചെയ്യരുതായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ പ്രതിവിധി ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ക്രോസ് റോഡ്, നിങ്ങളിൽ ചിലർ ഒരു വഴിത്തിരിവിലാണ്. അപ്പോൾ വഴിത്തിരിവിലാകുമ്പോൾ ഒരു വഴി നമുക്ക് സെലക്ട് ചെയ്യണം. അത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹായം നേടണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ രുദ്രമന്ത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് ഓം നമോ ഭഗവതേ രുദ്രായ ജപിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് എടുത്തവരുടെ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഡിവോഴ്സ് കിട്ടേണ്ടത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം.
ഒരാൾ നമുക്ക് ഡിവോഴ്സ് തരാതിരിക്കാൻ പല ഉദ്ദേശങ്ങളുണ്ടാകും. ചിലപ്പോൾ പൈസ തിരിച്ചു തരാൻ, ചിലപ്പോൾ സ്ത്രീധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ മടിയായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും ശരിക്കും. അപ്പോൾ പേഴ്സൺ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. ചിലർ വാശിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വെറുതെ ഇട്ട് വലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡിവോഴ്സ് തരാത്തവരൊക്കെ ഉണ്ടാവും. പല കാരണങ്ങളായിരിക്കും. നമുക്ക് നോക്കാം എന്താണ് പേഴ്സണിൻ്റെ ഓവറോൾ എന്നോട് ചെയ്യുന്നത്. നയൻ ഓഫ് വോൺസ് ആണ്. ഈ പേഴ്സൺ ഇപ്പോഴും വിചാരിക്കുന്നത് ഈ ഡിവോഴ്സ് ഒഴിവാക്കാൻ പറ്റുമെന്നാണ്. മനസ്സിലായി? പേഴ്സൺ ഇപ്പോഴും വെയിറ്റ് ചെയ്യാനാണ്. ഡിവോഴ്സിൽ നിന്ന് നിങ്ങൾ പിന്മാറുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ പേഴ്സൺ. അതുകൊണ്ടാണ് പിടിച്ചിരിക്കുകയാണ് എപ്പോഴും. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിന് മാറ്റം ഉണ്ടാകുമോ എന്നാണ് ചിന്തിക്കുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. ഒരു പെർട്ടിക്കുലർ സോഡിയാക് സൈൻ കാണിക്കുന്നില്ല. പക്ഷേ ഈ പേഴ്സൺ ഡിവോഴ്സ് ഇനി നിങ്ങളുടെ മനസ്സ് മാറിയാലോ എന്ന് വൈകിക്കും തോറും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിന് വ്യത്യാസം ഉണ്ടായാലോ, തീരുമാനം മാറ്റിയാലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. ഇവിടെ 7 വീണ്ടും ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കുട്ടിക്കളിയല്ല, നിങ്ങൾ കുട്ടിക്കളിയായിട്ടാണ് ഈ സിറ്റുവേഷനെ കാണുന്നത് എന്നൊരു ചിന്തയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ ഈ പേഴ്സണുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണ്? നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൺ പുറമേ കാണിക്കുന്നതാണ് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിന് എന്ത് റിസൾട്ട് വന്നാലും കുഴപ്പമില്ല എന്നൊക്കെ ഈ പേഴ്സൺ വെറുതെ അഭിനയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട്. ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ ആവും എന്നൊരു തോന്നലുണ്ട് ഈ പേഴ്സണ്. അത്ര കോൺഫിഡൻസ് ഇല്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഡിവോഴ്സ് തരാതിരിക്കുന്ന അത്രയും സമയം, അത്രയും ലേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് മാറി നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമെന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. പേഴ്സൺ മറ്റുള്ളവരോട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോ, നിങ്ങളോട് മാത്രമായിരിക്കാം ഈ പേഴ്സൺ ഒരു അകൽച്ച വെക്കുന്നത്. നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ സിസ്റ്ററോ ബ്രദറോ ആരോടൊക്കെയോ ഈ പേഴ്സൺ സംസാരിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, ഈ പേഴ്സൺ കുറച്ചും കൂടെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമോ നിങ്ങളെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുന്നുമുണ്ട് ഈ പേഴ്സൺ. അപ്പം നിങ്ങൾ ഇതൊരു കുട്ടിക്കളിയായിട്ടാണ് നിങ്ങൾ ഡിവോഴ്സിലേക്ക് പോകുന്നതെന്നാണ് ഈ പേഴ്സണ് തോന്നുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങൾ ഈ പേഴ്സണെ വിട്ടു പോകുന്നതിൽ ഈ പേഴ്സൺ ഒട്ടും ഹാപ്പി അല്ല എന്നാണ് പറയുന്നത്. സോറി, ഫാനൊന്നും ഓൺ ചെയ്താണ്. ഒട്ടും ഹാപ്പി അല്ല ഈ പേഴ്സൺ. ലിയോ സോഡിയാക് സൈൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ കുട്ടികളുണ്ട്. ഇതിൽ കുട്ടികൾ ഇൻവോൾവ് ആണോ അതും കൂടെ കാരണമുണ്ട്. അതുപോലെ തന്നെ ഈ ഭയങ്കര ശ്രദ്ധിച്ച് ഈ പേഴ്സൺ ആലോചിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട്. ഇതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം, എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പലരോട് സംസാരിക്കുന്നുണ്ട്. ലീഗൽ ആൾക്കാരോട്, ചിലപ്പോൾ ഈ പേഴ്സണ് ഫ്രണ്ട്സ് ഉണ്ടാവാം, അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടാവും, അവരോടൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ എന്നൊക്കെ. അപ്പോൾ അവരൊക്കെ ഇവിടെ റീകൺസിലിയേഷൻ പോസിബിൾ അല്ല, നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ വൈഫ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, ഈ പേഴ്സൺ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതുപോലെ നിങ്ങൾ ഈ പേഴ്സണോട് നേരിട്ട് സംസാരിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്, നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് ഈ പേഴ്സണെ അല്ലേ. ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ ഈ പേഴ്സൺ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മാറ്റുമെന്ന്? അതാണോ നിങ്ങൾ ഒഴിവാക്കുന്നത്, മീൻസ് അവോയ്ഡ് ചെയ്യുന്ന ഈ പേഴ്സണെ? ഈ പേഴ്സൺ ഇവിടെ ഒരു ടവർ മൊമെൻറ്റ്, പേഴ്സണ് നിങ്ങളോട് നേരിട്ട് സംസാരിച്ചാൽ ഇവിടെ നിങ്ങളിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഈ പേഴ്സൺ ഒരു ചിന്തയുണ്ട്. നിങ്ങൾക്കും അത് പേടിയാവുന്നുണ്ടോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും, പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നൊരു പേടി നിങ്ങൾക്കുണ്ടോ? എന്തായാലും ഇവിടെ ഒരു ടവർ മൊമെൻറ്റ് ഒഴിവാക്കാൻ ഈ പേഴ്സൺ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാലൻസ് ഇല്ലായ്മ ഉണ്ടെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ ഇതെങ്ങനെ ഒഴിവാക്കാം, ഈ ഡിവോഴ്സ് എങ്ങനെ ഒഴിവാക്കാമെന്നാണ് ഈ പേഴ്സൺ നോക്കുന്നത്. ഇവിടെ സാജിറ്റേറിയസ്, സ്കോർപിയോ, ലിയോ ഭയങ്കര സ്ട്രോങ് ആണ്, അക്വാരിയസ്, ഇത്രയും സോഡിയാക് സൈൻസ് ആണ് കാണിക്കുന്നത്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക ഇനി ഈ സിറ്റുവേഷന് വേണ്ടി? എന്ത് ആക്ഷനാണ് പേഴ്സൺ എടുക്കുക?
ഈ പേഴ്സണായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് തരുന്ന കാര്യം വളരെയധികം ഡിലേ ചെയ്യും കേട്ടോ. കാരണം ഇത് ഡിലേ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് മാറും, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് സംസാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് മാറും എന്നൊരു ചിന്ത ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അതും കൊണ്ട് കൂടിയിട്ടാണ് ഈ പേഴ്സൺ ഡിലേ ആക്കുന്നത്. എന്ത് ആക്ഷനാണ് എടുക്കുക? ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കില്ല. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ തീരുമാനമായിട്ടില്ല എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടെ ഓവർ കമ്മിറ്റഡ് ആണ്. ഇഷ്ടംപോലെ വേറെ എന്തൊക്കെയാണ്, ചിലപ്പോൾ ബിസിനസ്സുള്ള ആളായിരിക്കാം, ഒരു സ്ത്രീ ജോലിയിൽ വേറെ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഡിവോഴ്സ് ഈ പേഴ്സൺ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, നിങ്ങളുടെ കുട്ടിക്കളിയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഡിവോഴ്സ് എന്നുള്ളൊരു സിറ്റുവേഷന് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, മനസ്സിലായോ? അതുപോലെ ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും ഇതിനെക്കുറിച്ചിട്ട്. നിങ്ങൾ തന്നെ എടുത്ത തീരുമാനമാണോ, മറ്റുള്ളവർ പ്രേരിപ്പിച്ചതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ അത്രയും കപ്പാസിറ്റി ഇല്ല, നീ ഒരു ഡിവോഴ്സിന് വേണ്ടി പ്രൊസീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല നിങ്ങൾക്കെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഈ സിറ്റുവേഷനിൽ ഒരു കൺട്രോൾ വെക്കാൻ ഈ പേഴ്സൺ നോക്കും, മനസ്സിലായി, കൈവിട്ട് പോകരുതല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് ആരാണ്, നിങ്ങളുടെ അഡ്വക്കേറ്റ് ആരാണ്, പേഴ്സൻ്റെ അഡ്വക്കേറ്റ് ആരാണ്, അവരെയൊക്കെ മിക്കവാറും കോടതിയിലേക്ക് വിളിച്ചാൽ ഈ പേഴ്സൺ വരില്ല. അപ്പോൾ ഡിലേ ആകും, നീട്ടിവെക്കും, അങ്ങനെ പോകാനാണ് പ്ലാൻ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ കുറേ നിങ്ങൾ ഇവിടെ ഒരു ചതിയും വഞ്ചനയൊക്കെ കാണിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ മനസ്സിൽ ആ പേഴ്സൻ്റെ എന്തോ ഒരു പ്രവൃത്തി കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്നൊരു ബോധമുണ്ട്. പക്ഷേ അത് ആ പേഴ്സൺ അവോയ്ഡ് ചെയ്ത് ഡിഫീറ്റ്, ചിലപ്പോൾ ഈ പേഴ്സൺ ചിലപ്പോൾ കുറ്റബോധം ഉണ്ടാവുമായിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളോടുള്ള ഈ പേഴ്സൻ്റെ പെരുമാറ്റം കൊണ്ടായിരിക്കും നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കുറ്റബോധം ഉണ്ടാവുമായിരിക്കും, നിങ്ങളൊരു അപ്പോളജിയൊക്കെ പറയാനായിരിക്കും ഈ പേഴ്സൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ കൈവിട്ട് പോയി എന്നൊരു പേടി ഈ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും മാക്സിമം ഇത് പിടിക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വക്കീലന്മാരോട് സംസാരിക്കാനൊക്കെ നിങ്ങളുടെ ഫാമിലിയോടൊക്കെ സംസാരിക്കും, പക്ഷേ കോടതിയിലേക്ക് ഈ പേഴ്സൺ വരില്ല, അവധി നീട്ടി കൊണ്ടുപോകും, മനസ്സിലാവുണ്ടോ? ഇത് പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഈ പേഴ്സൺ ഇത് സീരിയസ് ആയിട്ട് കാണുന്നില്ല. ഇതിപ്പം ഈ പേഴ്സൺ വരാതായി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വിഡ്രോ ചെയ്യുന്നൊരു ചിന്തയുണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. പേടിയുണ്ട്, അതല്ലാതില്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ഇതൊഴിവായി പോകും എന്നൊരു ധൈര്യം, ഒരു ചിന്തയുണ്ട് ഈ പേഴ്സൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ പേഴ്സണായിട്ട് ഇവിടെ ആ പേഴ്സൺ അറിയാം നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല, റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് പോസിബിലിറ്റി ഇല്ല എന്നറിയാം. എന്നാലും ഈ പേഴ്സൺ ഇത് ഡിലേ ആക്കി കൊണ്ടുപോകാനാണ് പ്ലാൻ. അവസാനം നിങ്ങൾ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകും, ഡിവോഴ്സ് വേണ്ടാന്ന് വെക്കും, അല്ലേ എന്നാണ് ഇവർ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ, എന്താണ് നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്നുള്ളതിന്. കൃത്യമായിട്ട് വക്കീലന്മാരോടെല്ലാം സംസാരിക്കുന്നുണ്ട്, നെക്സ്റ്റ് പ്രൊസീഡിങ് എന്താണ്, ഇതിൽ എങ്ങനെ ഊരിപ്പോരാം എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡിവോഴ്സ് വരാൻ ഒട്ടും മനസ്സില്ല, കാരണം നിങ്ങൾ കുട്ടിക്കളിയാണ് ചെയ്യുന്നത്, സീരിയസ് ആയിട്ട് എടുത്ത കാര്യമല്ല. ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പ്രേരിപ്പിച്ചിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് വന്നതെന്നൊക്കെയാണ് പേഴ്സൻ്റെ വിചാരം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും, പക്ഷേ കോടതിയിലേക്ക് വരില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ക്യാൻസർ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, പൈസീസ്, ടോറസ്, ലിബ്ര, വെർഗോ, പൈസീസ്, അത്രയുമാണ് സോഡിയക് സൈൻസ്. അപ്പോൾ ഇതാണ് പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ ആരോ പറഞ്ഞ് ഇതാക്കിയിട്ട് നിങ്ങൾ ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത പോലെ, അതിന് നിങ്ങൾക്കുള്ള അത്രയുമുള്ള അറിവ് നിങ്ങൾക്കില്ല എന്നാണ് ഈ പേഴ്സൺ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഇനി രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. ഒരു മിനിറ്റ്, ഞാൻ സോഡിയക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആണ് അല്ലേ, എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ മറ്റേ ആളത് വെറുതെ ആണ്, ഒരു സീരിയസ്നെസ്സിലോട് എടുക്കാത്ത പോലെ അല്ലേ. അപ്പോൾ അത് ഭയങ്കര ഒരു തലവേദനയാണ് നിങ്ങൾക്ക്. രണ്ടാമത്തെ റീഡിങ്ങിലേക്ക് പോവാണ് ഞാൻ. നമുക്ക് ആദ്യം ഓറക്കൽ മെസ്സേജ് ആണ് നോക്കേണ്ടത്. അത് ഓക്കെ, നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം.
കാർഡും കൂടെ കിട്ടുമെന്ന് നോക്കാം. ഒന്നെന്ന് പറയുമ്പം ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ നിസ്വാർത്ഥമായിട്ട് സഹായിക്കുക. നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുന്നവരെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഓവർ ബേർഡൻഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോ എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളായതുകൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് കയറാറുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലുപരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കാൻ പറ്റാതെ ആവുകയും ആൾക്കാർ നിങ്ങളെ ചീത്ത പറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ നോ പറയേണ്ട സമയത്ത് നോ പറയണം എന്നാണ് പറയുന്നത്. പിന്നെ മൗണ്ടൻസ്, ഫൈൻഡ് റിലാക്സേഷൻ ആൻഡ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ മൗണ്ടൻസ് എങ്ങനെയാണ്, പർവ്വതങ്ങൾ എങ്ങനെയാണ്, പർവ്വതങ്ങൾ ഒരു കുലുക്കവുമില്ലാതെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെ വന്നിടിച്ചാലും അവരനങ്ങാതെ നിൽക്കും. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മൾ ഏത് പ്രതിസന്ധിയും ഒരു കുലുക്കവുമില്ലാതെ ഫേസ് ചെയ്യാൻ നിങ്ങൾ ശീലിക്കണമെന്നാണ് പറയുന്നത്. ഡിസ്ട്രോയർ, അപ്പോൾ എന്തോ ഒരു മേജർ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഡിസ്ട്രോയർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊരു ഡിസ്ട്രക്ഷൻ അത് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. അപ്പോൾ അത് ക്രിയേഷൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. വെച്ചാൽ പഴയ കാര്യങ്ങൾ നശിച്ചാൽ പുതിയ കാര്യങ്ങൾ വരുള്ളൂ. അപ്പോൾ അതാണ് ഡിസ്ട്രക്ഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച്, പഴയ കാര്യങ്ങൾ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ തീരാൻ പോകുന്നുണ്ട്, പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഒരു വലിയ ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ഭീതി, ഭയം അതിനേക്കിട്ട് അകറ്റാൻ വേണ്ടി ഭൈരവനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിവൈൻ ഗൈഡൻസിനോട് കണക്ട് ചെയ്യാൻ വേണ്ടി തേർഡ് ചക്ര ക്ലെൻസ് ചെയ്യണം, അൺബ്ലോക്ക് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. തേർഡ് ചക്ര അല്ല, തേർഡ് ഐ ചക്ര, സോറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നാണോ ഡിവോഴ്സ് കിട്ടേണ്ടത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആരിൽ നിന്നാണോ ഡിവോഴ്സ് പ്രതീക്ഷിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടുമോ എന്നറിയാനാണ് നമ്മൾ നോക്കുന്നത്. കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്, ഞാനത് ഓടിച്ച് പറഞ്ഞുതരാം. ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്ന പോലെ ഈ പേഴ്സണൽ ലൈഫിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഭയങ്കര ഇമോഷണലാണ്. തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ പേഴ്സൺ ഭയങ്കര ഇമോഷണലായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ഈ പേഴ്സൺ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത പോലെ ഒരു പ്രശ്നം. അതുപോലെ തന്നെ ഈ പേഴ്സൺ നേരത്തെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഈ പേഴ്സൺ. എന്ന് വെച്ചാൽ ഓക്കെ, എനിക്കെല്ലാം അറിയാം, എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾ, പക്ഷേ ഇപ്പോൾ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്, എൻ്റെ കയ്യിലും കുറേ തെറ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് അത്ര വലിയ കോൺഫിഡൻ്റ് ആയ ഒരാളല്ല, ഞാൻ തെറ്റ് ചെയ്യാത്ത അങ്ങനത്തെ ആളല്ല എന്നൊരു തിരിച്ചറിവ് പേഴ്സൻ്റെ ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇമോഷണലി ഭയങ്കര പ്രശ്നത്തിലാണ് ഈ പേഴ്സൺ. ചിലപ്പം ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുക, ദേഷ്യപ്പെടുക, മനസ്സിലായോ ഒരു ഇതിൽ. അതുപോലെ ഇത്തിരി ഒരു വെള്ളോടിയുടെ പ്രശ്നമൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അതുപോലെ തന്നെ ഇപ്പം നമ്മളോടിപ്പോൾ ഒരാൾ ഈ പേഴ്സണെ വേദനിപ്പിച്ചാൽ അത് മറ്റുള്ളവരെ എന്താ പറയുക, മറ്റുള്ളവരോട് പ്രതികാരം തീർക്കുന്ന ഒരു സ്വഭാവം കൂടി പേഴ്സൺ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ള ഒരാളാണ്, ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഇമോഷണലായിട്ടാണ് ഈ പേഴ്സൺ പെരുമാറുന്നത്, ഭയങ്കര ഇമോഷണലാണ്. പ്രാക്ടിക്കലോ ലോജിക്കലോ ആയിട്ടുള്ള ഒരു കാര്യം ഈ പേഴ്സണ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇമോഷണലാണ് ഈ പേഴ്സൺ ഇപ്പോൾ. അപ്പോൾ നേരത്തെ ഇമോഷണൽ അല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇമോഷണൽ അല്ലാതെന്ന് വെച്ചാൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾക്ക് തിരിച്ചറിവ് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ ആദ്യമൊക്കെ നമുക്ക് അറിയില്ല, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ചെയ്ത തെറ്റല്ല അതുപോലെ. അവസാനം തിരിച്ചറിയുമ്പോൾ നമ്മളുടെ കയ്യിൽ തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ വീക്കായി അല്ലേ. ആ വീക്ക്നെസ് ഈ പേഴ്സൺ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയില്ല, അതാണ് ഇവിടെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സൻ്റെ ഒരു കാർഡേ വന്നില്ല. നിങ്ങളോട് വഴക്കടിക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കോൺഫ്ലിക്റ്റ്, അപ്പോൾ നിങ്ങൾ തമ്മിൽ എപ്പോഴും അടിയായിരുന്നിരിക്കാം. ഇനിയിപ്പം നിങ്ങളോട് അടി ഉണ്ടാക്കാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. പേഴ്സൺ അത് ഒഴിവാക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ആഗ്രഹം പോലെ
എന്നുവെച്ചാൽ ഒരു മാനിഫെസ്റ്റ് ചെയ്ത് റിലേഷൻഷിപ്പ് തിരിച്ചെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ പോലെ. കൈവിട്ട് പോയി എന്ന് വെച്ചാൽ ആദ്യം ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, നിങ്ങൾ പോകില്ല എന്ന്. ഒരു ഡിവോഴ്സിലേക്ക് എത്തും, ഡിവോഴ്സ് ലീഗൽ പേപ്പർ നിങ്ങൾ സൈൻ ചെയ്ത് ഈ പേഴ്സൺ അയച്ചു കൊടുക്കുമെന്ന ഒരു ചിന്ത ഈ പേഴ്സൺ. അപ്പം നിങ്ങൾക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല എന്നൊരു ചിന്തയിലായിരുന്നു ഈ പേഴ്സൺ. പക്ഷെ നിങ്ങൾ ലീഗൽ പേപ്പർ സൈൻ ചെയ്തപ്പോൾ ആണ് ഈ പേഴ്സൻ്റെ തിരിച്ചറിവ് ഉണ്ടായത്. ഓ, ഇത് ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല, സിറ്റുവേഷൻ അല്ല, ഇതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ എന്നുള്ളൊരു തിരിച്ചറിവ് വന്നത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഭയങ്കര ഇമ്മച്യൂർഡായിട്ട് പെരുമാറുന്നത്. ഇപ്പോൾ ഭയങ്കര ഇമ്മച്യൂർഡാണ്, ഇമോഷണലി ഒട്ടും ഒരു കൺട്രോൾ ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരാത്തത്. കാരണം പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് പെരുമാറും. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങളാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാതെ അവോയ്ഡ് ചെയ്ത് പോകുന്ന ഈ പേഴ്സൺ. പൊതുവേ ഈ പേഴ്സൺ കുറച്ചൊരു വയലൻ്റ് ആയ ഒരു എനർജിയാണ്. കിങ് ഓഫ് വോൺസ് ആണ്, കാരണം ഫയർ എനർജിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സൺ അവോയ്ഡ് ചെയ്യുന്നത് നിങ്ങളെ, കേട്ടോ. അതുകൊണ്ടാണ് പതുക്കെ ഇത് സോൾവ് ചെയ്യാമെന്ന് ആലോചിക്കുന്നത്. റിലേഷൻഷിപ്പ് വിടാൻ ഈ പേഴ്സൺ റെഡിയല്ല, അത് തീരുമാനമെടുത്ത കാര്യമാണ്, മനസ്സിലായി. പുതിയൊരു സിറ്റുവേഷൻ വേണ്ട ഈ പേഴ്സണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളോട് പക്ഷെ ക്ഷമ പറയാനൊന്നും ഈ പേഴ്സൺ റെഡിയല്ല. ഭയങ്കര ഇൻസെക്യൂറാണ്. ഈ സിറ്റുവേഷൻ ഇങ്ങനെ എത്തിയതിൽ ഈ പേഴ്സണ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ഉണ്ട്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഇത് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല, മനസ്സിലായി. ഇത് കുറേ നിങ്ങൾ സാധാരണ പോകുന്ന പോലെ പോയിട്ട് ചിലപ്പോൾ ഇത് സ്ഥിരമായിരിക്കും. നിങ്ങൾ വീട് വിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ വഴക്കിട്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇത്രയും എത്തുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ പ്രശ്നത്തിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ട് സോഡിയാക് സൈൻ കാണും, ജെമിനായും അക്വാരിയസും ആണ് ഇവിടെ കാണും, ക്യാൻസറും ഉണ്ട്. നിങ്ങളോട് സത്യങ്ങൾ തുറന്ന് പറയാൻ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ട് മറുപടി പറയാത്തതോ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ഈ പേഴ്സൺ നോക്കാത്തതോ ഒക്കെ ആയിരിക്കും റിലേഷൻഷിപ്പ് ഇത്രയും പ്രശ്നത്തിലേക്ക് പോയത്, മനസ്സിലായി. ഇപ്പോൾ അതിന് റെഡി ആണെങ്കിലും അത് നിങ്ങൾക്ക് വേണോ കേൾക്കണ്ടേ എന്ന് ഇപ്പോൾ പേഴ്സൺ അത് ഷുവർ അല്ല. അപ്പോൾ അതാണൊരു പ്രശ്നം. ഇവിടെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല, മനസ്സിലായോ. ഇതൊരു റിലേഷൻഷിപ്പ് ആണ്, അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഇത് അബാൻഡൻ ചെയ്യാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു റീകൺസിലിയേഷന് ട്രൈ ചെയ്യാണ് പേഴ്സൺ. അങ്ങനെ മാനിഫെസ്റ്റ് എടുക്കാൻ നോക്കുന്നുണ്ട് ഇതിനെ, റിലേഷൻഷിപ്പിന്. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഇനി എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഓ, ഇത്രയും കാർഡ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി എന്താ, കുറേ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട് പേഴ്സൺ. ആ പേഴ്സൻ്റെ എനർജിയാണ് കണ്ടത്, എല്ലാം കൂടെ താഴെ വീണത്. ഇത്രയും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കാർഡ്സ് മതി. എന്ത് ആക്ഷനാണ് ഈ പേഴ്സൺ എടുക്കുക? ഓക്കെ, ഒരു തീരുമാനം എടുക്കണം ഇവിടെ. അപ്പോൾ ഈ പേഴ്സണ് 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഒരു ശരിയായൊരു ചോയ്സ് എന്ന് പറയാൻ പറ്റില്ല. ഈ പേഴ്സണോ നിങ്ങളോ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ല, അത് ഒരു ഫാക്റ്റാണ്, മനസ്സിലായോ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സിലേക്ക് പോകാനുള്ള തക്ക സിറ്റുവേഷൻ ഉണ്ടോ ഇവിടെ എന്നാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ പേഴ്സണ്. ഒരു ഡിസിഷൻ എടുക്കണം, പക്ഷെ ഏത് ചോയ്സ് എടുക്കണം എന്നറിയില്ല. ഇതിപ്പം ഡിവോഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി എന്ത്, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഡിവോഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാനുള്ള ആ ഒരു പ്ലാനിങ്ങോട് കൂടിയാണോ നിങ്ങൾ ഒരു ഡിവോഴ്സിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്നത്? അതൊരു വാശിക്ക് വേണ്ടിയിട്ടാണോ? അവിടെയാണ് പ്രശ്നം. ഈ പേഴ്സൺ ഡിവോഴ്സ് കഴിഞ്ഞാൽ ഇനി എന്താണ് എന്നാണ് ആലോചിക്കുന്നത്. ഡിവോഴ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഡിസൈഡ് ചെയ്യണം. ഡിവോഴ്സ് കൊടുക്കുക, അവിടെ ഫ്രീഡം ഉണ്ട്, പ്രശ്നങ്ങളില്ല, ഫ്രീഡം ഉണ്ട്, അതൊരു സിറ്റുവേഷൻ തീരും. പക്ഷെ അത് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് വേർത്താണോ? ഡിവോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആ ജീവിതം, ഒറ്റയ്ക്കുള്ള ജീവിതം, അത് വേർത്താണോ എന്നൊരു ചിന്ത ഈ പേഴ്സൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. എന്താ പറയുക, കുറച്ച് വെള്ളോടിയൊക്കെ ഉണ്ട് ഈ പേഴ്സണ്. അപ്പോൾ അതൊന്ന് നിർത്തണം എന്നുണ്ട്. അപ്പോൾ കൈവിട്ട് പോയിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ആൽക്കഹോളിസത്തിൻ്റെ ഒരു ഇത് കാണിച്ചു. കുറച്ച് എക്സ്ട്രീമിലേക്ക് ഈ പേഴ്സൺ പോയിട്ടുണ്ട്. അതൊക്കെ ഇനി തിരിച്ചു കൊണ്ടുവരണം. ഒരു വലിയ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്, അതിൽ നിന്ന് റിക്കവർ ചെയ്യണം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൻ്റെ പ്ലാൻ, ഇൻറ്റ്യൂഷൻ. പിന്നെ ഈ പേഴ്സൻ്റെ ഒരു എന്താ പറയുക, ട്രസ്റ്റ് വളർത്തിയെടുക്കണം. നിങ്ങളിൽ ഈ പേഴ്സണോടുള്ള ട്രസ്റ്റ് വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഈ പേഴ്സണോട് തന്നെയുള്ള ഈ പേഴ്സണെ ട്രസ്റ്റ് വളർത്തിയെടുക്കുക. അതുകൊണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നോക്കണം ഈ പേഴ്സൺ. മനസ്സിലാവുണ്ട്. അബാൻഡൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇവിടെ, എൻ്റെ ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ കേട്ടോ. ഞാൻ തിരിച്ചു വെച്ചു, എല്ലാം റിവേഴ്സും തിരിച്ചു വെച്ചു, പിന്നെയും റിവേഴ്സ് വന്നാണ്ടോ. അപ്പോൾ ഇതൊക്കെ വരേണ്ട കാർഡ്സ് തന്നെയാണ്. ഇവിടെ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ തൽക്കാലം പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ പേഴ്സൺ സ്വയം ഒരു ഹീലിംഗിലേക്ക് പോകുന്നു. ഹാർട്ട് ബ്രേക്കിനെ ക്ലാരിഫൈ ചെയ്യുന്ന ഹാർട്ട് ബ്രേക്ക് തന്നെയാണ്. ഈ പേഴ്സൺ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. ചിലപ്പോൾ നിങ്ങൾ 3 of Swords, ഒരു തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങളുടെ ലൈഫിലാണോ തേർഡ് പാർട്ടി ഉള്ളത്? 3 3 ആണ് കാണിക്കുന്നത്, 3 3 3. അപ്പോൾ 3 of Swords 2 പ്രാവശ്യം, പിന്നെ ഇവിടെ 3 of Wands റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാത്തിരുന്നിട്ട് ഹാർട്ട് ബ്രേക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ട് ഈ പേഴ്സൺ കാത്തിരിക്കാൻ പോകുന്നില്ല, എന്തായാലും ഒരു ആക്ഷനും എടുക്കാൻ പോകുന്നില്ല. മനസ്സിലായോ? പ്ലാനിങ്, ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം. ഈ റിലേഷൻഷിപ്പിൽ നിന്നല്ല മൂവ് ഓൺ ചെയ്യേണ്ടത്. ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സെറ്റിൽഡ് ആവണം, കുറച്ചും കൂടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തിട്ട് ഇതൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണം റിലേഷൻഷിപ്പ് എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കാൻ പോവാണ്, ഫൈനലായിട്ടൊരു ചോയ്സ് എടുക്കാൻ പോവാണ്. പേഴ്സണ് നിങ്ങൾ ഇങ്ങനെ പോകുമെന്ന് ഇല്ലായിരുന്നു, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊരു സൈഡ്. എന്തായാലും നിങ്ങൾ ഇങ്ങനെ പോയ സ്ഥിതിക്ക് എനിക്കും വാശിയുണ്ട്, ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്, എനിക്കും വേണ്ട ഇത്, ഞാൻ ഇതിൽ നിന്ന് മുമ്പോട്ട് പോകാനാണ്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ എടുക്കാനുണ്ടല്ലോ, ആ ഡിസിഷൻ എടുക്കും ഈ പേഴ്സൺ ഈ അടുത്ത് തന്നെ. ഒരു 6 മാസത്തിലല്ലേ നമ്മൾ പറഞ്ഞത്, അതിനുള്ളിൽ ഈ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് തരും, അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ച് ഇത് സോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ അതിനുള്ളിൽ ഈ പേഴ്സൺ സെൽഫ് ഹീലിംഗ് നടത്തണം, ഈ മുറിവുകൾ ഉണക്കണം, ഈ കൈവിട്ട് പോയ ജീവിതം തിരിച്ചു പിടിക്കണം ഈ പേഴ്സണ്. ചിലപ്പോൾ വെള്ളമടിക്കുന്നതുകൊണ്ടായിരിക്കും നിങ്ങൾ ഡിവോഴ്സിന് പോകുന്നത്, മനസ്സിലായോ? കൺട്രോൾ ഇല്ലാത്ത ഒരാളായിരിക്കും, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. എന്തായാലും ആ പേഴ്സൺ 6 മാസത്തിനുള്ളിൽ ഒന്നില്ലെങ്കിൽ അപ്പോഴേക്ക് ഡിസിഷൻ എടുക്കുള്ളൂ, ഒന്നില്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോകും, റിലേഷൻ നിങ്ങൾക്ക് ഡിവോഴ്സ് തരും. അതല്ലെങ്കിൽ നിങ്ങളോട് വന്ന് സംസാരിച്ച് ഈ സെൽഫ് ഹീലിംഗ് കഴിഞ്ഞിട്ട് നിങ്ങളടുത്ത് വന്ന് സംസാരിച്ചിട്ട് രണ്ടാമതൊരു ചാൻസും കൂടെ തരുമോ എന്നൊരു സിറ്റുവേഷനും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ കേട്ടോ. ഓക്കെ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, വെർഗോ, പൈസീസ്, അക്വേറിയസ്, ക്യാൻസർ, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. സാജിറ്റേറിയസ്, അതാണ് പുതിയതായിട്ടുള്ള സോഡിയക്സ് എന്ന് കണ്ടത്. അപ്പം ഇതാണ് രണ്ടാമത്തെ റീഡിങ്. ജെമിനായി ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി 3ാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഓക്കെ, 3ാമത്തെ റീഡിങ്ങാണിത്. 3ാമത്തെ ജപമാല സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഓക്കെ, ഓ എല്ലാം കൂടെ പറഞ്ഞു വീഴാൻ പോയി. അപ്പോൾ ആർക്കൊക്കെ കുറേ മെസ്സേജസ് കിട്ടാനുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ എംബ്രേസ് ചേഞ്ച് ഓഫ് പ്ലേസ് വിത്ത് കോഷൻ. പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എങ്കിൽ ആ സ്ഥലത്തിന് ഒന്ന് ശ്രദ്ധിച്ച് പെരുമാറണം എന്നാണ് പറയുന്നത്. പിന്നെ ഡീടോക്സിഫൈ ചെയ്യണം, ടോക്സിക് സിറ്റുവേഷനിലാണ് നിങ്ങൾ. അതുപോലെ നിങ്ങളുടെ 7 ചക്രാസ് ഹാർമണൈസ് ചെയ്യണം, അതിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്ന് പറയുന്നുണ്ട്. പിന്നെ മഹാശിവരാത്രി, ലവ് ആൻഡ് ഹാർമണി അവൈറ്റ്. അപ്പോൾ ആ സമയം ശിവരാത്രി സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ ആ ശിവരാത്രി നിങ്ങൾക്ക് ഒരു പുതിയ ലവും പിന്നെ ഒരു സോൾമേറ്റ് കണക്ഷനൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ശിവരാത്രിയോട് അടുക്കുമ്പോൾ.
പിന്നെ മിസ്യൂസ് ഓഫ് പവർ, അത് ചിലർക്കുള്ള മെസ്സേജാണ് കേട്ടോ, എല്ലാവർക്കും ആയിരിക്കില്ല. മിസ്യൂസ് ഓഫ് പവർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ദുരുപയോഗം ചെയ്യരുത്. മറ്റുള്ളവരുടെയും നമ്മളുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിസ്ട്രോയർ, മേജർ ചേഞ്ച്, ലൈഫിലൊരു മേജർ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. അത് ഒരു കാര്യം നശിച്ചിട്ട് ആണ് പുതിയൊരു സിറ്റുവേഷൻ വരാൻ പോകുന്നതാണ് പറയുന്നത്. പിന്നെ ലോങ് ജേർണി, നിങ്ങളുടെ മുമ്പിൽ ഒരു നീണ്ട യാത്ര കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ചിലപ്പോൾ സ്പിരിച്വൽ ആയിരിക്കാം, ചിലപ്പോൾ അത് ജീവിത യാത്രയായിരിക്കാം. പുതിയൊരു യാത്രയിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാനുള്ള ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഡെവിൾ റിവേഴ്സ് കാണിച്ചു. നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഭഗവാനെ? നിങ്ങൾക്ക് ഡിവോഴ്സ് തരേണ്ട ആളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? വേൾഡ് കാർഡ്. ഈ പേഴ്സൺ യാത്ര ചെയ്യുകയാണോ? അതൊരു ഈ പേഴ്സൻ്റെ ലൈഫിൽ എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ടുണ്ട്, ഒരു കംപ്ലീഷൻ ആയിട്ടുണ്ട്. പിന്നെ ഈ പേഴ്സൺ എവിടെയോ യാത്ര പോയിട്ട് തിരിച്ചു വരികയാണോ, എന്തോ ട്രാവലിങ്ങിലാണെന്നാണ് പേഴ്സൺ കേട്ടോ. നയൻ ഓഫ് കപ്സ് റിവേഴ്സ്, 6 ഓഫ് കപ്സ് റിവേഴ്സ്. അടിപൊളി. അപ്പോൾ ഈ പേഴ്സൺ ഒരു പുതിയ ലൈഫിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന പോലെയാണ് കാണിക്കുന്നത്. മനസ്സിലായി? പേഴ്സണ് പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കുന്ന ഇഷ്ടമല്ല, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒന്നുമില്ല. അതുപോലെ തന്നെ 9 ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ഈ പേഴ്സൺ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ ആ പേഴ്സൺ ഒരു പുതിയൊരു യാത്രയിലേക്ക് തുടക്കം കുറിക്കുകയാണെന്നാണ് കാണുന്നത്. ഒരു കാര്യത്തിൻ്റെ അവസാനത്തിലേക്ക് പോവുകയാണ്, ഒരു ക്ലോഷർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡിവോഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോയി. എന്തായാലും എടുത്തേക്കാം കാർഡ്സ്. എന്താണ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് മൈൻഡ് ഗെയിംസ് കളിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ പണത്തിനോട് ഭയങ്കര ആർത്തിയുള്ളൊരു എനർജിയാണിത് കേട്ടോ. അപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിച്ചത് കൊണ്ട് ഒരു ഭർത്താവോ ഭാര്യയോ ആവണമെന്നില്ല. അവരുടെ ഒരു ഭർത്താവിന് അല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് വിവാഹ ജീവിതത്തിൽ അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ കല്യാണം കഴിച്ചത് കൊണ്ട് അവർ ആ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നടത്തുന്നില്ലെങ്കിൽ അവർ ഒരു നല്ലൊരു ഭർത്താവോ നല്ലൊരു ഭാര്യയല്ല. അപ്പോൾ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു എനർജിയാണ്. ഈ പേഴ്സൺ നല്ലൊരു ഭർത്താവോ ഭാര്യയോ അല്ല. മനസ്സിലാകണ്ടോ? വളരെയധികം മൈൻഡ് ഗെയിംസ് കളിക്കുന്ന എന്തൊരു വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നമ്മളുടെ ഗോള്? ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ അത് വിവാഹം അതിൽ കൂടുതലാണ്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും ഒരേ ഗോളാണുള്ളത്, അതിലേക്ക് ഒരേ ഉത്തരവാദിത്തത്തോടെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളെ എപ്പോഴും ഇടിച്ചു താഴ്ത്താൻ, നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ വീട്ടുകാരെ എല്ലാം ഇടിച്ചു താഴ്ത്താനാണ് നോക്കിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് ആ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ്. അപ്പം നിങ്ങളെ ആവാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഈ പേഴ്സൺ ഇങ്ങനെയായിരിക്കും തോന്നുന്നത്. മനസ്സിലാവണം? അത് എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഒരാളുടെ ഫീലിങ്സ് ആണ് ഈ കാണിക്കുന്നത്, നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരാൾ മറ്റേ ആളെക്കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന്. അതുപോലെ ഈ ഭയങ്കര പിശുക്കുള്ളൊരു എനർജിയാണ്. ചില സമയത്ത് മാരീഡ് ആണെങ്കിലും വൈഫിൻ്റെ ചിലവിൽ കഴിയാനാകും. ഭർത്താവിൻ്റെ പൈസ ചിലവാക്കില്ല, ഭാര്യയുടെ ചിലവിൽ കഴിയും. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടുന്ന സമ്പാദ്യം മുഴുവൻ സേവ് ചെയ്തിട്ട് ഭർത്താവിൻ്റെ ചിലവിൽ മുഴുവൻ കഴിയുന്ന ഒരു എനർജി. ഓസിന് കഴിയുക എന്ന് പറയുന്നത്, കല്യാണം കഴിച്ചാൽ ഓസ് തന്നെയാണ്. രണ്ടുപേരും ഈക്വൽ ഷെയർ അല്ലേ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ രണ്ടുപേരും ചിന്തിക്കരുത് എന്താ മീൻസ് മറ്റയാളുടെ പൈസ ഇയാളുടെ, രണ്ടുപേരുടെയും കൂടെ ഇതേ നമ്മളുടെ പൈസ എന്നാണ് ചിന്തിക്കേണ്ടത് വിവാഹം കഴിയുമ്പോൾ. പക്ഷെ അങ്ങനെയല്ല, ഇത് എൻ്റെ പൈസ, ഇതെൻ്റെ പൈസ, നിൻ്റെ പൈസ നിൻ്റെ പൈസ അല്ല, നിൻ്റെ പൈസ എൻ്റെ പൈസ, എൻ്റെ പൈസ എൻ്റെ പൈസ. ഇതാണ് പ്രശ്നം. മനസ്സിലാവണ്ടോ? അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഭയങ്കര ആർത്തിയുള്ള, പൈസയോട് ആർത്തിയുള്ള ഒരാളാണ്. ഒരു ഹാർട്ട് ബ്രേക്ക്.
അപ്പോൾ ഈ ഒരു സ്വഭാവം കൊണ്ട് മനസ്സ് മടുത്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ട ഒരാളായിട്ടാണ് ഈ പേഴ്സൺ പറയുന്നത്. ആ പേഴ്സൺ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത്, ഒരു കാര്യം അവസാനിപ്പിക്കാനായിട്ട്. പഴയ കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇവിടെ 2 ഓഫ് കപ്സ്, ഒരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം, പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഒരാൾക്ക് മറ്റേയാളുടെ സ്വഭാവം, അല്ലെങ്കിൽ രണ്ടുപേർക്കും രണ്ടുപേരുടെ സ്വഭാവം മനസ്സിലായത്. മനസ്സിലാവുന്നു. അപ്പോൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നില്ല, ഇത് വിട്ടുകളയാൻ ആണ് ആഗ്രഹിക്കുന്നത്, ഒരു അൺബേർഡൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ്, ഇവിടെ അന്യായമാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാരണം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായ ഒരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളാണോ പൈസയോട് ആർത്തിയുള്ള, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്? അങ്ങനെയാണ് കാണിക്കുന്നത്. ലീബ്ര, ഓക്കെ, ഇവിടെ ആകെ ഒരു സ്ട്രോങ് സോഡിയക് സൈനെ കാണിക്കുന്നുണ്ട്, ലീബ്ര മാത്രം. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ? ഈ പേഴ്സൺ സമയമില്ല വേസ്റ്റ് ചെയ്യാൻ, എനിക്ക് ഈ ഒരു സിറ്റുവേഷന് വേണ്ടി സമയമില്ല വേസ്റ്റ് ചെയ്യാനെന്നാണ് കാണിക്കുന്നത്. കാരണം പെട്ടെന്ന് കാർഡ് വീഴുന്നുണ്ടോ, നമ്മൾ എടുക്കുമ്പോഴേക്കും ചോദിക്കുന്നതിന് മുമ്പ് കാർഡ് വന്നു, ഇതേ കണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സാണ്. ഇപ്പോൾ പേഴ്സൺ ഇതിനകത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ. ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ പേഴ്സണ്. ഹാർട്ട് ബ്രേക്ക് പിന്നെയും കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ പേജ് ഓഫ് സ്വേർഡ്സ്. ഈ പേഴ്സൺ ഇതിനകത്ത് ഇനി കയറാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രാവശ്യം സിറ്റുവേഷനിൽ കയറിയിട്ട് അപ്പോൾ ഫൈനലി ഈ പേഴ്സൺ ഡിസൈഡ് ചെയ്യാണ് നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇത്ര നാളും ഡിവോഴ്സ് തന്നില്ല നിങ്ങൾക്ക്, അത് നിങ്ങളെ വലിപ്പിച്ചതാണോ? എന്തായാലും ഈ പേഴ്സൺ കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആയിരുന്നു, അതിനായിരിക്കും ഈ പേഴ്സൺ യാത്ര പോയത്, അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ പേഴ്സൺ ഫ്രഷായി ആലോചിച്ച് ചിന്തിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു ഡിലേ ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡിവോഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിനി ആഗ്രഹിക്കാതെ നിങ്ങൾ മൈൻഡ് ഗെയിംസ് കളിച്ചതാണ് എന്നൊന്ന് ലീഗൽ പേപ്പറൊക്കെ അയച്ചു നോക്കാം. പേഴ്സണ് നമുക്കൊന്ന് പേടിപ്പിച്ച് നോക്കാമെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചെങ്കിൽ കളി കാര്യമായി. പേഴ്സൺ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ പോവാണ്, അവസാനിപ്പിക്കാനാണ് നോക്കുന്നത്. ഇനി ഇതിൻ്റെ പുറകെ നടക്കാൻ എനിക്ക് വയ്യാന്നാണ് ഈ പേഴ്സൺ പറയുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് കപ്സ്, ഇവിടെയും നെഗറ്റീവാണ് വന്നേക്കുന്നത്. എംപറർ, ഈ പേഴ്സൻ്റെ ലൈഫ് തിരിച്ചു പിടിക്കുകയാണ്. ഒരു യാത്രയൊക്കെ പോയി വന്നപ്പോൾ ഈ പേഴ്സൺ ഫ്രഷായി. അതുപോലെ ഈ പേഴ്സൺ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല റിലേഷൻഷിപ്പിൽ. 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് തരും ഈ പേഴ്സൺ. 6 മാസം എന്നല്ല, എപ്പോൾ വേണമെങ്കിലും ആവാം. ഈ പേഴ്സൺ തീരുമാനം എടുത്ത് കഴിഞ്ഞു. അടുത്ത ആക്ഷൻ, ഇതിന് പെട്ടെന്നൊരു കാര്യം തീരുമാനിക്കണം, ഡെത്താണ്. ഇവിടെയും വേൾഡ് കാർഡാണ്. അപ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലൊരു ക്ലോഷർ വന്ന് കഴിഞ്ഞു. ഈ സിറ്റുവേഷൻ ഇനി നീണ്ടു പോകണ്ട, ഇതിവിടെ തീരുന്നതാണ് നല്ലത് രണ്ടുപേർക്കും എന്നൊരു അറിവ് ഈ പേഴ്സണ് വന്നു. മനസ്സിലായോ? ഇപ്പോൾ ഇനി മൈൻഡ് ഗെയിംസിലൊന്നും ഈ പേഴ്സൺ റെഡിയല്ല. ഇതോടുകൂടി ഇത് റിലേഷൻഷിപ്പ് തീരുകയാണ്. അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ ഒരു ലോങ് ജേർണി. നിങ്ങൾ തീരുമാനിച്ച കാര്യമാണോ അതോ വെറുതെ ഇവിടെ ഒരു ഡ്രാമ ഉണ്ടാക്കിയതാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് പണി വരുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ തീരുമാനം എടുത്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ലീഗൽ പേപ്പർ സൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് സൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യാനാണ് ഈ പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഇനി ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏരീസ് സ്കോർപ്പിയോ ആണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്ന എനർജീസ്. ബാക്കിയൊക്കെ മൈനർ ആർക്കാണ്. അപ്പോൾ ഇതോടുകൂടി ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ചെറിയ റീഡിങ് ആയിരുന്നു, പക്ഷേ ഇത് മീൻസ് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത റീഡിങ്ങുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ദൈവം അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.